അശ്വതി വസുധ ചേരുന്നുണ്ട്. അശ്വതി വസുധ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളുടെ അവസ്ഥ. അവിടെ കുട്ടികൾ പാമ്പ് കടിച്ച് മരിക്കുന്നു, ഷോക്കേറ്റ് മരിക്കുന്നു. ഇതൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ PM-ശ്രീ വരുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ സുരക്ഷിതത്വമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പാക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ സർക്കാർ ഒരു ഇരട്ടത്താപ്പ് ഇറക്കുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വിരോധാഭാസം എന്തെന്ന് പറയട്ടെ, ഇപ്പോൾ SFI നേതാവ് പഠിക്കുന്നത് NEP അംഗീകരിച്ച PM-ശ്രീ ഉള്ള കോളേജിലാണ്. ശരിക്കും എന്താണ് ഈ സർക്കാരിന്റെ ഒരു അവിവേകമെന്ന് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന വിദ്യാലയങ്ങൾ നമുക്കറിയാം. കേരളത്തിൽ ഒരു 336 സ്കൂളുകൾക്ക് കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങൾക്ക് തുല്യമായിട്ടുള്ള വികസനമാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ അടിസ്ഥാന സൗകര്യമാണെങ്കിൽ തന്നെ അതുപോലെ മികച്ച വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു പദ്ധതിയും കൂടിയാണ് PM-ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഈ പദ്ധതിനെ ആദ്യം മുതലേ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ എതിർത്തുന്ന വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് SFI ആയിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുമെന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയും SFI ആയിരുന്നു. എന്നാൽ നമ്മൾ ഇതിൽ നോക്കേണ്ടത്, SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള ആദർശ് പഠിക്കുന്നത് NEP നടപ്പിലാക്കിയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. ഇപ്പൊ PM-ശ്രീ പദ്ധതി വഴി NEP നടപ്പിലാക്കപ്പെടും എന്ന് പറയുന്ന കേവല രാഷ്ട്രീയമാണ് ഇപ്പോ നമ്മുടെ സംസ്ഥാന സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ SFI പോലുള്ള വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ CPI ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. ഈ NEP നടപ്പിലാക്കപ്പെടും അല്ലെങ്കിൽ PM എന്ന് പറയുന്ന പേര് വരും എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്നാണ് ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്ന പ്രതികരണം എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് NEPയുടെ ഗുണങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ എന്തൊക്കെയാണ് ഗുണനിലവാരങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ്. എന്നിട്ട് ഇപ്പൊ കേവല രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവനവന്റെ കക്ഷികൾ CPI എന്ന് പറയുന്നത് ഇടഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ ഈ PM-ശ്രീയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഒരവസ്ഥയിലോട്ട് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലുള്ള വിദ്യാഭ്യാസമാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഗുണനിലവാരമുള്ള ഒരു വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യവും കിട്ടുന്നത് വേണ്ടാന്ന് വെക്കുകയും എന്നിട്ട് ഇത്തരത്തിലൊരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്ന SFI അവര് ഇവിടെ ഇതിനെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ NEPക്കും PM-ശ്രീക്കും എതിരെ സംസാരിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നിട്ട് അത്തരത്തിൽ NEP നടപ്പിലാക്കിയിട്ടുള്ള കോളേജുകളിൽ പോയി പഠിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അവർ ഇവിടുത്തെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്താണ് കാണുന്നത് എന്നാണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ CPI ആണ് ഇതിനെതിരെ നിൽക്കുന്നത്. ഇപ്പോ CPI പറയുന്ന NEP അല്ലെങ്കിൽ PM-ശ്രീ നടപ്പിലാക്കുന്നത് വഴി NEP എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാവും, അതൊരു രീതിയിലും സമ്മതിക്കില്ല എന്നാണ് CPI പറയുന്നത്. ഇപ്പോ എനിക്ക് തോന്നുന്നില്ല ഈ NEPയുടെ ക്വാളിറ്റി ഒരു രീതിയിലും CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഒരു സംശയം ഉണ്ട് എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം NEP നടപ്പിലാക്കുന്നത് വഴി എന്തൊക്കെ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കാർഷിക സർവകലാശാലയിൽ NEP അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ തലപ്പത്തിരിക്കുന്നത് നമ്മുടെ കൃഷിമന്ത്രിയാണ്, CPIയുടെ. അതെ 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 ഇപ്പൊ NEP നമ്മൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ട് CPI ഇവിടെ ഇത്ര അധികം ബഹളം ഉണ്ടാക്കും. എനിക്ക് അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. കാർഷിക സർവകലാശാലയിൽ NEP ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നത് CPIയുടെ മന്ത്രിയാണ്. അതുപോലെ തന്നെ ഇപ്പോ നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലാണ് ഈ NEP നടപ്പിലാക്കാൻ ഇവര് വിമുഖത കാണിക്കുന്നത്. എന്നാൽ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഓൾറെഡി NEP നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ഇരട്ടത്താപ്പ് നയമാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ വ്യക്തമാക്കണം. അത് മാത്രമല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോ PM-ശ്രീ പദ്ധതി റദ്ദാക്കുമെന്നാണ് ഇന്നലത്തെ ചർച്ചയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം ഇപ്പൊ പുറത്തു വരുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കില്ല. ഇത് വെറുതെ എനിക്ക് തോന്നുന്നു CPIയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കേവല രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള നിലപാട് മാത്രമാണ്. അശ്വതി വസുധ, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കവർച്ച മറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു നാടകമായിരുന്നു PM-ശ്രീ എന്ന് തന്നെ പറയേണ്ടി വരണം. കാരണം കേന്ദ്ര ഫണ്ട് മാത്രം ലക്ഷ്യമാക്കി നമ്മുടെ സംസ്ഥാന സർക്കാർ PM-ശ്രീ ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഭാവി തുലാസിലാക്കുകയാണ്. കുട്ടികളെ പറ്റിയല്ല ചിന്തിക്കുന്നത്, ഫണ്ട് മാത്രമാണ്, അതിൽ മാത്രമാണ് കണ്ണ്. ആശങ്കാജനകമല്ലേ സാഹചര്യങ്ങൾ? തീർച്ചയായിട്ടും. കാരണം
ഇപ്പോ എന്താ പറയാ, സംസ്ഥാന സർക്കാർ ഇത് PMCയുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന തന്നെ ഈ ഫണ്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അത് മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി മുന്നേ പറഞ്ഞിട്ടുള്ളത് PMCയുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമുണ്ട്. എന്നാൽ കേവല രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയോ അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എന്താണ് ആവശ്യമെന്ന് നോക്കിയിട്ടല്ല ഇവരൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് ഇപ്പൊ ഇതിന് നമുക്ക് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താനോ അല്ലെങ്കിൽ രണ്ട് ഇരട്ടത്താപ്പ് നയം കൊണ്ട് ആണ് വിദ്യാഭ്യാസ മന്ത്രി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മാഹി ഗവൺമെന്റ് സ്കൂളിൽ ഈ NEP അല്ലെങ്കിൽ ഇത് ഓൾറെഡി നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിൽ അവരുടെ അധ്യാപകന്റെ ഒരു ഇന്റർവ്യൂ നമുക്ക് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ഇത് നടപ്പിലാക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ് എന്ന് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ ഈ SMC ഫണ്ട് പോലെ ഫണ്ട് മോണിറ്റൈസ് ചെയ്യുന്ന ആ ഒരു കമ്മിറ്റി മുൻകാലങ്ങളിൽ ഇത്തരത്തിലൊരു സർക്കാരിന് ഫണ്ട് അലോട്ട് ചെയ്യാനായിട്ട് എത്ര താമസം എടുത്തിരുന്നു എന്നും എന്നാൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷം എത്ര പെട്ടെന്നാണ് അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതെന്നും അധ്യാപകൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് ABVP മുന്നോട്ട് വരുന്നത്. അപ്പൊ വെറും കേവല രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭങ്ങൾ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോ നിലപാടെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നന്ദി ശ്രീ അശ്വതി വസുധ.